അധികാരത്തിലെത്തുവാനും രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യുവാനും ഏതു വൃത്തികെട്ട തന്ത്രവും സ്വീകരിക്കുവാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് കോൺഗ്രസ്സുകാർ കാലങ്ങളായി ആരോപിക്കാറുണ്ട്. 2016 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് മുതൽ CPM നേടിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും പിന്നിൽ കൃത്യമായ ഇത്തരം ചതിക്കുഴികൾ ഉണ്ടായിരുന്നുവെന്നാണ് വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും വിശ്വസിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണങ്ങളായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന സോളാർ ലൈംഗിക അപവാദ ആരോപണങ്ങൾ, അതുപോലെ KM മാണിക്കെതിരെ ഉയർന്നു വന്ന ബാർക്കോഴ ആരോപണം, കാഫിർ സ്ക്രീൻഷോട്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ എന്നതെല്ലാം ഇവയിൽ ചിലതായിട്ടാണ് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളിൽ CPMന് കൃത്യമായ പങ്കാളിത്തമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ പങ്കാളിത്തമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവയിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് ഇന്നും മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ അതിൻ്റെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് അത്രയൊന്നും പ്രശസ്തയല്ലാത്ത ചലച്ചിത്ര നടിയായ റിനി ആൻ ജോർജ് ആണ്. റിനി ആൻ ജോർജ് ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിലാണ് കേരള സമൂഹത്തിന് ഇപ്പോൾ പരിചിതയായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ കോൺഗ്രസിൻ്റെ ഒരു യുവ MLAയിൽ നിന്ന് തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന വെളിപ്പെടുത്തലാണ് റിനി ആൻ ജോർജ് ആദ്യമായി ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിലും ഈ വീഡിയോ വൈറലായതോടെ തൻ്റെ ആരോപണങ്ങൾ അവർ ആവർത്തിക്കുകയും ചെയ്തു. രാഹുലിനെതിരെ റിനി ഈ ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെ തന്നെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു മാധ്യമ വിചാരണ ആരംഭിച്ചു. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ രാഹുലിനെതിരെ അതിജീവിതകൾ പരാതിയുമായി സർക്കാർ സംവിധാനത്തെ സമീപിക്കുകയും കൃത്യമായ ഇടവേളകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. റിനി ആൻ ജോർജിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ ഇവർ VD സതീശനുമായി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതിനാൽ തന്നെ VD സതീശനൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന, VD സതീശനോടൊപ്പം നിന്ന് കേക്ക് മുറിക്കുന്ന റിനിയുടെ അനവധി ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തു. VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടി റിനിയെയും ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെയും ബന്ധപ്പെടുത്തി പല ആരോപണങ്ങൾ ഉയർന്നു വരികയും രാഹുൽ മാങ്കൂട്ടത്തെ ചതിച്ചു വീഴ്ത്തുവാൻ VD സതീശൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് റിനി ആൻ ജോർജ് എന്ന നിലയിൽ വരെ പ്രചരണങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള മാധ്യമ വിചാരണയുടെ രോക്ഷം കോൺഗ്രസ് പ്രവർത്തകർ പോലും VD സതീശനെതിരെയുള്ള സൈബർ അറ്റാക്കുകളായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നെങ്കിലും ഒരിഞ്ച് പോലും തൻ്റെ നിലപാടിൽ നിന്ന് പിന്മാറുവാൻ മുഖ്യമന്ത്രിയായ VD സതീശൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ചാനൽ ചർച്ചകളിലെല്ലാം റിനി ആൻ ജോർജ് ഒരു സ്ത്രീപക്ഷവാദിയായി സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിത്വമായി സ്വയം അവതരിപ്പിച്ചപ്പോഴാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവ കോൺഗ്രസ് വനിതാ നേതാവ് റിനിയുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. അർദ്ധരാത്രിക്ക് ശേഷം സീക്രട്ട് ചാറ്റിന് വരാമോ, വീഡിയോ കോൾ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ച് റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിന് നിരന്തരം സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യമായി വെളിപ്പെടുത്തിയത് കേരള സ്പീക്സ് യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുവാനോ ശ്രീനാദേവിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാനോ റിനി തയ്യാറായില്ല എന്നതും വസ്തുതയാണ്. പിന്നീട് പല ഘട്ടത്തിലും ഇടതുവേദിയിലെത്തുന്ന റിനിയെയും നാം കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് റിനി ആദ്യമായി ഇടതുവേദിയിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഏറെ രസകരമെന്ന് പറയുന്നത്. അതായത് എറണാകുളം ജില്ലയിലെ ഒരു CPM MLAക്കെതിരെ ഒരു അവിഹിത ബന്ധത്തിൻ്റെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില CPM വനിതാ നേതാക്കളെ ചേർത്ത് വെച്ച് അപവാദ കഥകൾ പ്രചരിച്ചപ്പോൾ വനിതാ പ്രതിരോധം എന്ന പേരിൽ KK ശൈലജ ടീച്ചറെ എത്തിച്ച് CPM നടത്തിയ ഒരു പരിപാടിയിലാണ് റിനി CPMൻ്റെ വേദിയിലേക്ക് ആദ്യമായി എത്തുന്നത്. എന്നാൽ റിനി പിന്നീട് രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് മാറ്റുന്നതും നാം കണ്ടിട്ടുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ ബർത്ത്ഡേക്ക് അദ്ദേഹത്തിനെ ഹാർദവമായി വിഷ് ചെയ്യുന്ന റിനിയെ നാം കണ്ടിട്ടുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ നിങ്ങൾ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവൻ്റെ ഉയർപ്പാണ് ഈ കാണുന്നത്, എൻ്റെ ശ്രീ പത്മനാഭൻ ഇനി ശ്രീ പത്മനാഭൻ്റെ നാട് ഭരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റിനി ആൻ ജോർജ് VD സതീശനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും ഉണ്ടായി. ഏറ്റവും ഒടുവിലായി VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ VIP ലോബിയിലേക്ക് എത്തുവാനും റിനിക്ക് സാധിച്ചു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുവാനും റിനിക്ക് സാധിച്ചു. റിനിയുടെ മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ വേളയിലെ ആ ചടങ്ങുകളിലെ സാന്നിധ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെ വൈകാരികമായിട്ടാണ് കണ്ടത്. അവർ അത്തരത്തിൽ തന്നെ റിനിയെ കൂക്കി വിളിച്ചുകൊണ്ട് ഏറെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു.
ഇതിനെതിരെയും കോൺഗ്രസ് പ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ റിനിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഇപ്പോൾ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് ഏറെ ഞെട്ടിക്കുന്ന തെളിവുകളാണ്. റിനി ആൻഡ് ജോർജ് എന്ന വി ഡി സതീശനെ പുകഴ്ത്തിപ്പാടുന്ന ഈ സിനിമാ താരം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് മറുനാടൻ മലയാളിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഷാജൻ സ്കറിയ എന്ന ചീഫ് എഡിറ്റർ പുറത്തുവിട്ടിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ പറവൂരിൽ വി ഡി സതീശനെതിരെ മത്സരിച്ച CPI സ്ഥാനാർത്ഥിയും ഇടതുമുന്നണിയുടെ പ്രതിനിധിയുമായ EP ടൈസൺ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ റിനി ആൻഡ് ജോർജ് ആവേശത്തോടുകൂടി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് മറുനാടൻ മലയാളിയിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. വളരെ വ്യക്തമായും റിനിയുടെ മുഖം തിരിച്ചറിയാവുന്ന നിലയിലുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ വി ഡി സതീശനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും കോൺഗ്രസിൻ്റെ പരമോന്നത നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും സിദ്ധരാമയ്യയും എല്ലാം ഇരിക്കുന്ന വേദിയിലേക്ക് റിനി കടന്നു കയറിയതിനെയും കൃത്യമായ സംശയദൃഷ്ടിയോടുകൂടി നാം നോക്കിക്കാണേണ്ടതുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം കൂട്ടുനിൽക്കുകയും ചെയ്തതിന് ശേഷം വി ഡി സതീശൻ എന്ന നേതാവ് മുഖ്യമന്ത്രിയായി ഉയർന്നു വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ആനുകൂല്യം ചൂണ്ടിക്കാട്ടി അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള ഒരു ശ്രമമാണോ റിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നാം തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ അധികാരത്തിലെത്തിയ ഘട്ടങ്ങളിലെല്ലാം പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് ഇത്തരം വിവാദ വനിതകളുടെ സാന്നിധ്യമാണ് എന്നുള്ള ചരിത്രവും നാം ഓർക്കേണ്ടതുണ്ട്. PT ചാക്കോയുടെ കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇതിനുള്ള നിരവധി അനവധി ഉദാഹരണങ്ങളും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഒരുപക്ഷെ അധികാരത്തിൻ്റെ ഏതെങ്കിലും ഇടനാഴികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തന്നെ എതിരാളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനായി റിനി ഒരു അവതാരമായി പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന വസ്തുത ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എത്ര നാണമില്ലാതെയാണ് റിനി ആൻഡ് ജോർജ് ഇത്തരം വൃത്തികെട്ട നീക്കങ്ങൾ നടത്തുന്നതെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യമായി രാഹുലിനെതിരെ ആരോപണമുയർത്തുന്നു, സ്ത്രീപക്ഷപാതിയായി പ്രത്യക്ഷപ്പെടുന്നു, പിന്നീട് CPMവുമായി വേദി പങ്കിടുന്നു. അതിനുശേഷം രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ ഷാഫി പറമ്പിലിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നീട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി നിയമിതനാകുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ശ്രീ പത്മനാഭൻ എന്നെല്ലാം പറഞ്ഞ് പോസ്റ്റ് പങ്കുവെക്കുന്നു. പിന്നീട് കോൺഗ്രസ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാവേദിയിലെ VIP ലോബിയിലേക്ക് കടന്നു കയറുന്നു. ഇത്തരം ദുഷ്പ്രവണതകളുള്ള ഒരു സ്ത്രീയെ തീർച്ചയായും കോൺഗ്രസ്സുകാർ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണെന്ന് ഓരോ നേതാക്കളും തിരിച്ചറിയേണ്ടതാണ്. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ തിളങ്ങുന്ന പ്രതിച്ഛായയ്ക്ക് മേൽ കളങ്കമേൽപ്പിക്കാൻ CPMൻ്റെ ഡബിൾ ഏജൻ്റായുള്ള റിനിയുടെ കടന്നുവരവ് കൂടിയാണോ ഇത് എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും ഇത്തരം ഹണി ട്രാപ്പുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കണം കോൺഗ്രസ്സുകാർ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയിലൂടെ നൽകുവാനുള്ളത്. കോൺഗ്രസിൻ്റെ യുവ നേതാക്കളും അധികാരത്തിൻ്റെ ഇടനാഴികളിലുള്ള മന്ത്രിമാരുടെ സ്റ്റാഫുകൾ അടക്കമുള്ളവരും കൃത്യമായ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ട അവസരമാണ്. കാരണം CPM ഏത് നെറുകെട്ട കളിയും കളിക്കും. പിണറായി വിജയൻ എന്ന നേതാവ് തന്നെയാണ് ഇന്നും നാണംകെട്ട പരാജയത്തിന് ശേഷവും CPMൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധങ്ങളാണ് ഇത്തരം പെൺകണികൾ എന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റിനി ആൻഡ് ജോർജിൻ്റെ അപകടകരമായ സാന്നിധ്യം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഭരണത്തിളക്കത്തിന് കോട്ടമേൽപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.